തിർസ BC 930 ഇസ്രായേൽ 2 രാജ്യമായി വിഭജിക്കപ്പെട്ടു. 2 ഗോത്രങ്ങളടങ്ങുന്ന രാജ്യത്തിന്റെ തെക്കുഭാഗം യഹൂദിയായും 10 ഗോത്രങ്ങളടങ്ങുന്ന വടക്കുഭാഗം ഇസ്രായേൽ എന്ന പേരിലും പിന്നീട് അറിയപ്പെട്ടു. യഹൂദിയുടെ രാജാവ് ശലോമോൻ രാജാവിന്റെ മകൻ രഹബയാം ആയിരുന്നു. വിഭജിക്കപ്പെട്ട പുതിയ ഇസ്രായേലിന്റെ ആദ്യ രാജാവ് യൊരോബയാം ആയിരുന്നു. ശലോമോന്റെ മകൻ രഹബയാം വിഭജിച്ചു മാറിയ ഇസ്രായേലിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ ഒരു വിഫല ശ്രമം നടത്തി നോക്കി. എന്നാൽ രഹബയാമിനൊപ്പം ഉണ്ടായിരുന്ന സ്വന്തം സൈന്യത്തിന്റെ നിസ്സഹരണം കാരണം അത് നടക്കാതെ പോയി. പിന്നീട് ഇരു രാജ്യങ്ങളും ശത്രുതയിലായി മാറിപ്പോയതുകൊണ്ട് യൊരോബയാമിന്റെ പക്ഷം ചേർന്ന ഇസ്രായേൽ ജനത്തിന് യഹൂദിയയിലെ ശലോമോൻ രാജാവ് നിർമ്മിച്ച യെരുശലേം ദേവാലയത്തിൽ വരാനോ പാപപരിഹാര യാഗങ്ങൾ കഴിക്കാനോ കഴിയാതെ പോയി. അതുകൊണ്ട് 10 ഗോത്രങ്ങൾക്ക് രാജാവായ യൊരോബയാം പൊന്നുകൊണ്ട് 2 കാളക്കുട്ടികളെ ഉണ്ടാക്കി, ഒന്ന് ബേഥേലിലും മറ്റേത് ദാനിലും പ്രതിഷ്ഠിച്ചു. എന്നിട്ട് ജനങ്ങളോട് ഇനിമേലിൽ ആരും പാപപരിഹാര യാഗങ്ങൾക്കായി യഹൂദിയയിലെ യെരുശലേമിൽ പോകരുതെന്ന് കൽപ്പിച്ചു. ഇനിമേൽ യാഗങ്ങളും പൂജകളും പൊൻകാളക്കുട്ടികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പുതിയ പൂജാഗിരികളിൽ നടത്തണമെന്നും പുതിയ രാജാവായ യൊരോബയാം 10 ഗോത്രങ്ങൾക്കും കൽപ്പന കൊടുത്തു. അങ്ങനെ ഇസ്രായേൽ ജനം യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ കഴിയാതെ ക്ഷേത്ര പൂജാഗിരികളിലേക്കും വിഗ്രഹ ആരാധനകളിലേക്കും വഴിമാറി. പിന്നീട് രഹബയാമിന് തൻ്റെ വശത്തു നിന്നും വിഭജിച്ചുപോയ ദേശത്തെയോ ജനത്തെയോ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. രഹബയാമിനു ശേഷം മകൻ അബിയാവ് ഭരണം ഏറ്റെടുത്ത ശേഷം പിതാവിന് നഷ്ടപ്പെട്ട ജനത്തെയും ദേശത്തെയും തിരിച്ചു കൊണ്ടുവരാൻ യൊരോബയാമിനെതിരെ യുദ്ധം ചെയ്തു. വലിയ സൈന്യബലമുള്ള യൊരോബയാമിനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല എങ്കിലും ബേഥേലും എഫ്രോനും ചുറ്റുമുള്ള ഗ്രാമങ്ങളും അബിയാവ് യൊരോബയാമിൽ നിന്നും തിരിച്ചുപിടിച്ചു. അബിയാം 3 വർഷം മാത്രമേ ഭരണത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവൻ്റെ മകൻ ആസ ഭരണത്തിൽ വന്നു. ആസ ഒരു യഹോവ ഭക്തനായിരുന്നു. അതുകൊണ്ടവൻ ദേശത്തുണ്ടായിരുന്ന മറ്റു പൂജാഗിരികളെയും ക്ഷേത്രവിഗ്രഹങ്ങളെ ഒക്കെയും ഉടച്ചു കളഞ്ഞു. സൂര്യദേവന്റെ വിഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. ആസയുടെ അമ്മ വിഗ്രഹാരാധനകളുടെ പിന്നാലെ പോയതുകൊണ്ട് അവരെ രാജ്ഞിസ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും അവർ ആരാധിച്ചിരുന്ന ആരാധനാമൂർത്തികളെ വെട്ടിമുറിച്ച് കിദ്രോൻ തോട്ടിൽ എറിഞ്ഞുകളയുകയും ചെയ്തു. ആസയുടെ ഭരണകാലത്ത് ഇസ്രായേൽ ഭരിച്ചിരുന്നത് ബയേശ ആയിരുന്നു. BC 930 യഹൂദിയയിൽ നിന്നും ഇസ്രായേലിനെ വിഭജിച്ചു മാറ്റി 10 ഗോത്രങ്ങളുമായി ഭരണമാരംഭിച്ച യൊരോബയാമിന്റെ മകൻ നാദാബ് ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാദാബിനെ ചതിയിൽ വെട്ടിക്കൊന്നുകൊണ്ടാണ് ബയേശ 10 ഗോത്രങ്ങൾക്ക് രാജാവായത്. ഭരണം ലഭിച്ച ഉടനെ ബയേശ യൊരോബയാം കുടുംബത്തിൽ അവശേഷിച്ച എല്ലാ അവകാശികളെയും വെട്ടിക്കൊന്നു. നാദാബ് 2 വർഷം മാത്രമേ ഇസ്രായേലിൽ രാജാവായിരുന്നുള്ളൂ. തിർസ രാജധാനിയിൽ ബയേശ 24 വർഷം രാജാവായിരുന്നു. അവനുശേഷം അവന്റെ മകൻ ഏല അവനു പകരം രാജാവായി. ഏല രാജാവിന്റെ സൈന്യത്തിന്റെ ശക്തി സിമ്രി എന്നു പേരുള്ള ദേശത്തെ ഒരു അധിപതിക്കായിരുന്നു. ഏലയുടെ രഥങ്ങളിൽ ഏറിയ പങ്കും ഈ സിമ്രിക്കുള്ളതായിരുന്നു. ഏല ലഹരിപ്രിയനും ഭരണകാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തവനുമായിരുന്നു. ജനവും സൈന്യത്തിൽ നല്ലൊരു പങ്കും സിമ്രിക്കൊപ്പമായതുകൊണ്ട് ഒരു ദിവസം സിമ്രി ഏലയ്ക്കെതിരെ തിരിഞ്ഞ് രാജധാനി വിചാരകന്റെ വീട്ടിൽ വെച്ച് സിമ്രി ഏലയെ വെട്ടിക്കൊന്നുകൊണ്ട് സ്വയം രാജാവായി. സിമ്രി രാജാവായ ഉടനെ ബയേശയുടെ കുടുംബത്തിലെ അനന്തരാവകാശികളെ എല്ലാ പേരെയും വെട്ടിക്കൊന്നു കളഞ്ഞു. ബയേശ രാജാവായപ്പോൾ യൊരോബയാമിന്റെ കുടുംബത്തിലെ എല്ലാ പേരെയും വധിച്ചതുപോലെ സിമ്രി രാജാവായപ്പോൾ സിമ്രി ബയേശയുടെ കുടുംബത്തിലെ എല്ലാ പേരെയും കൊന്നുകളഞ്ഞു. തിർസ കൊട്ടാരത്തിൽ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേലിന്റെ സൈന്യം ഫെലിസ്ത്യർക്കെതിരെ ഗിബ്ബതോനിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. സിമ്രി ഏല രാജാവിനെ വധിച്ച് സ്വയം രാജാവായിരിക്കുന്നുവെന്ന വാർത്ത ഇസ്രായേൽ ജനത്തിനിടയിലും ഫെലിസ്ത്യരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന സൈന്യത്തിനിടയിലും സിമ്രിക്കെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കി. ഇസ്രായേൽ ജനത്തിനോ സൈന്യത്തിനോ വീണ്ടും വീണ്ടും ഉണ്ടായിവരുന്ന ഈ കുലപാത അധികാരങ്ങളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ജനം സിമ്രിയെ രാജാവായി അംഗീകരിച്ചില്ല. തിർസ കൊട്ടാരത്തിൽ നിന്നും സിമ്രിയെ നീക്കം ചെയ്തുകൊണ്ട് സൈന്യാധിപതിയായ ഒമ്രിയെ രാജാവാക്കാൻ തീരുമാനിച്ചുകൊണ്ട് ജനമെല്ലാം സിമ്രിക്കെതിരെ തിർസ കൊട്ടാരത്തിലേക്ക് നീങ്ങി. ജനവും സൈന്യവും തനിക്കെതിരെ ഒന്നായി വരുന്നത് കണ്ട സിമ്രി തിർസ കൊട്ടാരത്തിനുള്ളിലേക്ക് ഓടിക്കയറി. സിംഹാസനവും കൊട്ടാരവും വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ സിമ്രി കൊട്ടാരത്തിന് തീവച്ചു. ആർക്കും അണയ്ക്കാൻ കഴിയാത്ത വിധം തിർസ കൊട്ടാരത്തിൽ തീ പടർന്നു. സിമ്രിയും ആ തീക്കുള്ളിൽപ്പെട്ട് മരിച്ചു. 7 ദിവസം മാത്രമാണ് സിമ്രി
ഇസ്രായേലിന് രാജാവായിരുന്നത്. ജനവും സൈന്യവും ഒന്നു ചേർന്ന് ഒമ്രിയെ രാജാവാക്കി. തിർസ രാജധാനി കത്തി നശിച്ചുപോയതുകൊണ്ട് ഒമ്രിക്ക് സൗകര്യപ്രദമായി ഭരണകാര്യങ്ങൾ നടത്താൻ കൊട്ടാരമോ സിംഹാസനമോ ഇല്ലാതെ ഏറെ തടസ്സങ്ങൾ നേരിട്ടു. ഒമ്രി ശേമറിന്റെ വകയായ ഒരു വലിയ മല വില കൊടുത്തു വാങ്ങി അതിനു മുകളിൽ വലിയൊരു കൊട്ടാരം പണിതു. മലയുടെ ചരിവിലും ചുവട്ടിലുമായി അനേകം നിർമ്മിതികളും കോട്ടയും പടിവാതിലും ഉൾപ്പെടുന്ന ഒരു പട്ടണവും ഉണ്ടാക്കി. ശേമറിന്റെ പേരുകൂടെ ഉൾപ്പെടുന്ന ഈ പട്ടണമാണ് ശമര്യ പട്ടണം. ഇസ്രായേലിൽ 12 വർഷം ഭരിച്ച ഒമ്രിയെ ഇന്നും ജനം ശമര്യ പട്ടണത്തിന്റെ പേരിൽ ഓർമ്മിക്കുന്നു. തിർസ എന്ന പേരിൽ ആരംഭിച്ച ഈ ചെറു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.